ബ്ലാക്കി ഇറങ്ങി വാടാ. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ഞാൻ പുറത്തുണ്ടടാ, വാടാ. നമ്മൾ ബ്ലാക്കിക്കാണ് പ്രാങ്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതെന്താ വെച്ചാൽ ഇത് ബ്ലാക്കിയുടെ അപരനാണ്. നോക്കി പഠിപ്പിക്കണം. ഫ്രണ്ട്സ്, നമ്മുടെ ബ്ലോഗിൽ കുറേ നമ്മുടെ ഫാമിലി എല്ലാവർക്കും പ്രാങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി പുതിയതായിട്ട് ആർക്ക് പ്രാങ്ക് കൊടുക്കുന്നതിപ്പോഴാണ് നമ്മൾ ബ്ലാക്കി നമ്മൾ ഇതുവരെ പ്രാങ്ക് കൊടുത്തിട്ടില്ല. എനിക്ക് അറിയില്ല, ആരെങ്കിലും വീട്ടിലെ ഡോഗിന് പ്രാങ്ക് കൊടുത്തിട്ടുണ്ടോ എനിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാനൊരു പ്രാങ്കിൽ കൂടുതൽ പ്രാധാന്യം കാണിക്കുന്നത് കൊണ്ട് നമ്മൾ ബ്ലാക്കിക്കാണ് പ്രാങ്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതെന്താ വെച്ചാൽ ബ്ലാക്കിന്റെ ഡെമ്മിയാണ്, സെയിം ബ്ലാക്ക് തന്നെയാണ്. ജെമിനിയോട് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കണം ഒരു ഫോം ആക്കിയിട്ടുള്ളൂ. ഇത് വെച്ച് എങ്ങനെയാണ് പ്രാങ്ക് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിലിപ്പോൾ തെരുവ് നായ്ക്കളുടെ ശല്യം വളരെ കൂടുതലാണ്. എല്ലാവരും വീട്ടിൽ വന്നിട്ട് മുമ്പിലാണ്, ഗേറ്റിൻ്റെ ഉള്ളിൽ ഭയങ്കര അക്രമമാണ്. അപ്പോൾ ബ്ലാക്കി ഫുൾ ദേഷ്യത്തിലാണ്. ഈ കഴിക്കാൻ നിന്ന സമയത്തൊക്കെ ഇവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുഡൊന്നും കഴിക്കില്ല. അപ്പോൾ അതേപോലെ നിൽക്കുന്ന സമയത്ത് ഇത് ബ്ലാക്കിയുടെ അപരനാണ്. അപ്പോൾ ബ്ലാക്കിയുടെ അപരനെ നമ്മൾ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വെളിയിൽ കാണിക്കുന്നു. എന്നിട്ട് ബ്ലാക്കി അകത്ത് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഡോഗ്സ് വന്നിട്ടുള്ള ഒരു അലേർട്ട് ഞാൻ കൊടുക്കും. അപ്പോൾ ബ്ലാക്കി നേരെ ഗേറ്റിന് അങ്ങോട്ട് പോകും. അപ്പോൾ ഇതിനെ കാണുമ്പോൾ എക്സ്പ്രഷനാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അതാണ് ബ്ലാക്കിക്ക് ഒരു പ്രാങ്ക്. അതായത് ബ്ലാക്കിയുടെ സെയിം ഡ്യൂപ്പിനെ വെച്ചിട്ട് നമ്മളൊരു പ്രാങ്ക് ചെയ്യാൻ പോവാണ്. നമ്മൾ ഈ സാധനം എങ്ങനെ ഉണ്ടാക്കി എന്നുള്ള വീഡിയോയിലേക്ക് നമുക്ക് പോകാം. സാധനം പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാണ്ട് ഇവിടെ കുറച്ച് വെയിറ്റിംഗ് ഉണ്ട്. ഈ സാധനം നമ്മൾ ഫ്ലെക്സിന്റെ പ്രിന്റ് അല്ല, കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളതാണ്. അവിടെ നല്ല ഫോട്ടോ ക്ലിയർ ഉണ്ട്. അപ്പോൾ അത് ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കും. ഇനി ഒരു 10-15 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യണം. ഇത് മഷിയും അതൊന്നും ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്. ഫ്രണ്ട്സ്, അങ്ങനെ ബാക്കിൽ ഒട്ടിക്കാനുള്ള ഷീറ്റ് എത്തിയിട്ടുണ്ട്. ഇത് വലിയ സൈസിൽ കിട്ടും. ഇത് അതായത് ഒരു ഷീറ്റിൽ 2 പ്രിന്റ് ഉണ്ട്. അത് ഷീറ്റിൽ സ്ഥലമുള്ളതുകൊണ്ട് പ്രിന്റ് ചെയ്തോളാൻ പറഞ്ഞപ്പോൾ പ്രിന്റ് ചെയ്തതാണ്. അപ്പം ഇതാണ് ശരിക്കും പ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഈ ഇടതുവശത്തുള്ളതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇതിന് കുറച്ച് തടി കൂടുതലാണ്. കറക്റ്റ് സൈസ് ഇത് വെറുതെ പ്രിന്റ് ചെയ്തതാണ്. പക്ഷേ ഇതാണ് കറക്റ്റ് ബ്ലാക്കിൻ്റെ സൈസ്. ഇത് അവർ വലിച്ചു നീട്ടിയ പോലെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഏകദേശം സൈസ്. അപ്പം ഇതാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബ്ലാക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ചെറുതാണ്, പക്ഷെ അത് വളരെ ഇത് മതി. ഇനി നമുക്ക് ഇതിനെ ബാഗ് കൊണ്ട് കട്ട് ചെയ്യണം. റെഡിയാണ്. ഇതായിരിക്കണം. ബ്ലാക്കി പാവായിട്ടിരിക്കുമ്പോൾ അതിനുള്ള പോക്കാട്ടത്. അപ്പോൾ നമുക്കിനി നേരെ പ്രാക്ടിക്കുന്ന സ്ഥലത്തോട്ട് പോവാം. നമ്മൾ ഉദ്ദേശിക്കുന്നത് വീടിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിലാണ്.
അപ്പോൾ ഗേറ്റിൻ്റെ അവിടെ പോയിട്ട് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റില്ല. അവിടെ പോയി ഇൻട്രോ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലാക്കിക്ക് ബ്ലോഗ് എടുക്കാനത് മനസ്സിലാവും. അതായത് ബ്ലോഗ് എടുക്കാനല്ല, പുറത്തൊക്കെ പോകാനാണ്. അപ്പോൾ ഫുൾ അലേർട്ടാവും. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഉറക്കം മൂടായിരിക്കും. അപ്പോൾ വേഗം വാതിൽ പറഞ്ഞാൽ അവിടെ എവിടെയും കിടന്ന് ഉറങ്ങാനുള്ള പരിപാടിയായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ റൂമിൽ ഉറങ്ങാൻ കയറ്റുമ്പോൾ ഈ സാധനം നമ്മൾ പുറത്ത് കൊണ്ടുപോയി സെറ്റ് ചെയ്യും. എന്നിട്ട് ബ്ലാക്കിനെ വിളിച്ചിട്ട് അലേർട്ട് കൊടുക്കും. അതായത് ബാക്കി ഗേറ്റിൻ്റെ അവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാനൊരു അലേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഗേറ്റിനകത്ത് പോയിട്ട് അവരെ ഇത് ചാർജ് ചെയ്യുന്നു, കുറയ്ക്കലുണ്ട്. അപ്പോൾ ചൊച്ചു പറഞ്ഞാൽ എന്തെങ്കിലും വേറെ ഒരു സൗണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ അവനെ അത് അങ്ങോട്ട് ഗേറ്റിനോട്ട് ഓടും. അപ്പോൾ ഓടുമ്പോൾ ഈ സാധനം കാണുമ്പോഴുള്ള എക്സ്പ്രഷനാണ് നമുക്ക് എന്താണെന്ന് അറിയില്ല, എനിക്കൊന്നും അറിയില്ല എന്താ സംഭവിക്കുക, അതിന് മൈൻഡ് വെക്കൂലേ എന്താ അതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ക്യാമറ എവിടെ വെക്കുന്നൊരു പിടുത്തമല്ല, എന്തായാലും നമുക്ക് നോക്കാം. ബ്ലാക്കിതാ കൂട്ടിലുണ്ട്. ഇനി ബ്ലാക്കി നേരെ വീട് തുറന്നാൽ നേരെ റൂമിൽ പോയി കിടക്കാനുള്ള പരിപാടിയായിരിക്കും. ഓക്കെ, ഉച്ച സമയം ആൾക്ക് വീടിൻ്റെ ഉള്ളിൽ കയറാനാണ് ഇഷ്ടം. ഇതിപ്പോൾ വാതിൽ തുറക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. തുറന്നാൽ ഓടി അകത്ത് കയറും. യെസ്, ആ റൂമാണ് ബ്ലാക്കി കിടക്കാൻ ഇഷ്ടം. ഞാൻ ഈ റൂമിലാണ് കിടക്കൽ. അപ്പോൾ ഈ റൂമാണ് പുള്ളിക്ക് ഇഷ്ടം. ഇനി നേരെ കട്ടിലിൻ്റെ അടിയിൽ കയറും. കണ്ടോ കട്ടിലിൻ്റെ അടിയിൽ ഇങ്ങനെ എന്താ കിടക്കാം. ഇപ്പോൾ സമയം 6:30. 6 വെളുപ്പിന് 6:30 കാരണം ഇന്നലെ എടുക്കാൻ പറ്റിയില്ല. ഇന്നലെ ഭയങ്കര മഴയായിരുന്നു വെളുത്തിയ ശേഷം. പിന്നെ ഇരുട്ടായി. ഇപ്പോൾ വെളുപ്പിന് 6:30 ബ്ലാക്ക് കൂട്ടുന്നാക്കിയിട്ടുണ്ട്. ബ്ലാക്ക് വാ, സാധനം അവിടെ സെറ്റ് ചെയ്യാൻ പോവാണ്. ബ്ലാക്കിനെ ഞാൻ കൂട്ടി അവിടെ അടുക്കളയെ കയറ്റി അടച്ചിരിക്കുകയാണ്. സാധനം അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ബ്ലാക്കിനെ അയച്ചുട്ടോ. എന്താ സംഭവം? പറ്റിച്ചേ. ബ്ലാക്കി ഫ്രാങ്കിട്. ബ്ലാക്കിക്ക് സന്തോഷമായിട്ട്, ബ്ലാക്കിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അതാ ബാബാ ഇതാരോ ബ്ലാക്കിൻ്റെ അച്ഛനാണോ ചേട്ടനോ? ഇതാരോ? ബ്ലാക്കി നല്ല പരിചയം ഉണ്ടല്ലോ. ബ്ലാക്കിൻ്റെ അനിയനാ? ഞാനോ? ഇടോ ഫ്രണ്ട്സ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതാരോ ബ്ലാക്കിയെ? ആരത്? നമ്മൾ വിചാരിച്ച പ്രാങ്ക് സക്സസ് ആയി. ബ്ലാക്കി കൊരച്ചിട്ട് വരുമോ? ഇത് ആരത്? കടിക്കല് മാറി ബ്ലാക്കി തീരെ പറ്റിയിട്ടില്ലല്ലോ. ഈ തീരെ പറ്റിയിട്ടില്ലല്ലോ ബ്ലാക്കിൻ്റെ അപരതനെ. അമ്പടി തല കടിച്ചെടുത്തു. അപ്പോൾ ഫ്രണ്ട്സ്, അതിൻ്റെ പരിപ്പിളകിക്കൊണ്ടിരിക്കുകയാണ്. പ്രാങ്ക് എന്തായാലും സക്സസ്ഫുൾ ആയിരുന്നു. ബ്ലാക്കിക്ക് എന്തായാലും ബ്ലാക്കിൻ്റെ അതേപോലത്തെ ആളെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് ആമ്പട്ടിയാണ്. ആമ്പട്ടിയാണ് ബ്ലാക്കിക്ക് ഇഷ്ടം. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.
ഉണ്ട്